ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ മീനിങ്ങും അതേപോലെ തന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ജോലി കണ്ടക്ട് ചെയ്യാനായിട്ട്, എംപ്ലോയ് ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷനിൽ വേണ്ട ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് മെഷർമെൻറ്റ് ആണെന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. മാൻ പവർ ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് റിഗാർഡഡ് ആസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് ഫോഴ്സ് റിക്വയർഡ് ടു ബി എംപ്ലോയിഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അവിടെ നമുക്കൊരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എംപ്ലോയീസിന്, വർക്ക് ഫോഴ്സിന് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ഫസ്റ്റ് വൺ ഈസ് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള മാൻ പവർ അസസ്മെൻറ്റ് ആക്യുറേറ്റ് ചെയ്യുന്നു, അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ബിസിനസ്സിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക. അത് മിസ്യൂസും ആവുന്നില്ല, മോസ്റ്റ് യൂസ്ഫുൾ ആവുകയും ചെയ്യുന്ന രീതി. അങ്ങനെ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എൻഷുർ ചെയ്യുക. ദെൻ ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ. ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ് അവിടെ. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയാലും അവരുടെ ജോബ് സ്പെസിഫിക്കേഷൻ ആയാലും കാര്യങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വേണം. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പം നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ട്രെയിനിങ്ങും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു അവോയ്ഡ് ഇൻട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷന് ഒരു ഇൻട്രപ്ഷനും വരാത്ത രീതിയിൽ, അങ്ങനെ ഒരു ഇൻട്രപ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ആ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ പ്രൊഡക്ഷൻ ഇൻട്രപ്ഷൻ അവോയ്ഡ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള സഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സിനെ അവൈലബിൾ ആക്കുന്നതും എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ടു അസസ് ദ സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇൻ കേസ് ബിസിനസ്സിൽ സർപ്ലസ് ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലേബർ കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചിലപ്പം കൂടും. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ സർപ്ലസ് എംപ്ലോയീസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ലേബർ കോസ്റ്റ് കുറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം. അത് ഇൻ കേസ് ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇൻട്രപ്ഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഷോർട്ടേജ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അത് നമ്മൾ ആ ഷോർട്ടേജ് ഒഴിവാക്കിയിട്ട് പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് അവിടെ അവൈലബിൾ ആക്കണം. അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ്. അതേപോലെ തന്നെ പ്രോഗ്രാം ഡൈവേഴ്സിഫിക്കേഷനും അതേപോലെ തന്നെ നമുക്കൊരു എക്സ്പാൻഷൻ നീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പം പുതിയൊരു പ്ലാന്റൊക്കെ വരികയാണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നീഡാണ് വരുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് മാൻ പവർ ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഈ മാൻ പവർ പ്ലാനിങ്ങും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും സെയിം ആണ്, മാറിപ്പോവരുത്. Then types of manpower planning. There are two types of manpower planning, namely short-term manpower planning and long-term manpower planning. രണ്ട് manpower planning ആണ് പറയുന്നത്. ഒന്ന് short-term manpower planning and long-term manpower planning. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് short-term manpower planning എന്ന് പറയുന്നത്.
ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കവേഴ്സ് എ പീരീഡ് ഓഫ് 1 to 2 years. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത് കുറച്ച് സമയത്തേക്കായിരിക്കും അല്ലേ, കുറച്ച് വർഷങ്ങളിലേക്കായിരിക്കും. അപ്പോൾ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കവർ ചെയ്യുന്നത് 1 to 2 years ആണ്. Okay, and it is concerned with the process of adjusting the existing number of employees with their present job. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ജോബ് കണ്ടക്ട് ചെയ്യുന്ന ആ ജോബിലുള്ള എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റിട്രെൻച്ച് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആൻഡ് റിക്രൂട്ട് ന്യൂ പേഴ്സണൽ ഡ്യൂ ടു ലീഗൽ കൺസ്ട്രെയിൻസ്. അതായത് ഓൾറെഡി ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ റിട്രെൻച്ച് ചെയ്യുക എന്ന് പറയുന്നതും മാറ്റിയിട്ട് വേറെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പുതിയൊരു ഇൻഡിവിജ്വലിനെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ ദ മാനേജ്മെൻറ്റ് ഷുഡ് അഡ്ജസ്റ്റ് ദ എക്സിസ്റ്റിംഗ് അവൈലബിൾ. അപ്പോൾ ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ, ഹ്യൂമൻ റിസോഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. വർക്കേഴ്സ് വിത്ത് സ്പെസിഫിക് പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ്. അവിടെ നമ്മൾ പുതിയ സ്പെസിഫിക് പ്രോജക്ട്സും അതേപോലെ തന്നെ പ്രോഗ്രാംസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Okay, then for the successful implementation of short-term manpower planning, the following steps may be taken into consideration. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ, നമ്മളിപ്പം ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 1 to 2 years ഇടയിൽ കവർ ചെയ്യുന്ന പ്ലാനുകളായിരിക്കും. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ വെച്ചിട്ടാണ് നമ്മൾ ആ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച്, നമുക്ക് ആ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അല്ലേ. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. 2 സിറ്റുവേഷനിലാണ് സ്റ്റെപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് ജോബ് സ്പെസിഫിക്കേഷൻ എന്തായിരുന്നു, ഒരു ജോലിയെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ജോലി ചെയ്യാൻ ആവശ്യമായ ജോബ് സീക്കർ, അതായത് ജോബ് ഹോൾഡർക്ക് വേണ്ട കാര്യങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ആ ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്ന ആ പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനോ സ്പെഷ്യലൈസേഷനോ ഉള്ള എംപ്ലോയി, അയാൾക്ക് ക്വാളിഫിക്കേഷൻ ആ പറഞ്ഞിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ അത്ര ഇല്ല എങ്കിൽ, when employees are less qualified in comparison with the job specification. അതായത് എ എന്നൊരു ഇൻഡിവിജ്വലിനെ ഒരു എന്താ പറയുക, BC എന്ന് പറഞ്ഞ ജോലിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എക്ക് ഈ BC എന്ന് പറഞ്ഞ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, കുറവാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത്, അതാണ് ഫസ്റ്റിൽ പറയുന്നത്. ദെൻ സെക്കൻഡിൽ പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. BC എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ ജോലിക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റീസ് അയാൾക്കുണ്ട് എങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ്. അപ്പോൾ ആ എനെ നമുക്ക് ആ ജോലിയിൽ, ആ ഷോർട്ട് ടേം പ്ലാനിൽ ആ എനെ എന്ത് ചെയ്യാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ, അതായത് ജോബ് സ്പെസിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവാണ് എങ്കിൽ എടുക്കേണ്ട സ്റ്റെപ്സാണ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ജോബ്. പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ട്രെയിനിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് എംപ്ലോയി ഡസ് നോട്ട് ലൈക്ക് ദ എക്സിസ്റ്റിംഗ് ജോബ് ഹി ഷുഡ് ബി ചേഞ്ച്ഡ് ഫ്രം ദാറ്റ് ജോബ് ആൻഡ് ന്യൂ ജോബ് മേ ബി ഗിവൺ ടു ഹിം. അതായത് ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾ ആ നിലവിൽ ഇപ്പോൾ അയാൾ എടുത്തിട്ടുള്ള ജോലി ചെയ്യാൻ അയാൾക്ക് ചിലപ്പം താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാകുന്ന സമയത്ത് അയാൾ ആ ജോലിയിൽ നിന്ന് വേറെ അയാൾക്ക് താല്പര്യമുള്ള അവിടെ തന്നെയുള്ള വേറൊരു ജോലിയിലേക്ക് എന്ത് ചെയ്യുക, അയാളെ മാറ്റുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൺ ടു എംപ്ലോയീസ് ടു അഡ്ജസ്റ്റ് വിത്ത് അവൈലബിൾ ജോബ്. അപ്പോൾ ഉള്ള ജോലിയിൽ അയാൾക്ക് എന്ത് കൊടുക്കുക, ഈ സെക്കൻഡും തേർഡും സെയിം ആയിട്ട് തന്നെയാണ് പറയുന്നത്, ട്രാൻസ്ഫർ ചെയ്യുക അയാളെ. പിന്നെ പറയുന്നത് അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ഹെൽപ്പ് ഇൻ ദ കേസ് ഓഫ് റെസ്പോൺസിബിൾ ജോബ്. അപ്പോൾ അതിൽ വരുന്ന റെസ്പോൺസിബിൾ ജോബ് ചെയ്യാനായിട്ടൊരു അസിസ്റ്റൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ആണെങ്കിലോ
ഈ ജോബ് സ്പെസിഫിക്കേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ല ഫസ്റ്റ് പറയുന്നത് ജോബ് എൻലാർജ്മെൻറ്റ് ഷുഡ് ബി ഡൺ. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഉള്ള ജോലിയിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അയാൾക്ക് ജോലി കൊടുക്കുക. ആസ് എ റിസൾട്ട് ദ സ്കോപ്പ് ഓഫ് ദ ജോബ് ക്യാൻ ബി വൈഡൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്തായിരിക്കും, അവിടെ ആ ഒരു ജോബിൻ്റെ സ്കോപ്പ് വൈഡൻ ചെയ്യും. അപ്പോൾ അയാൾക്ക് അയാളുടെ സ്കില്ല് പിന്നെ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പറയുന്നത് ചേഞ്ച് ഹിസ് ജോബ് ആൻഡ് പ്രൊവൈഡ് എ ന്യൂ ജോബ് ദാറ്റ് സ്യൂട്ട്സ് ഹിസ് എബിലിറ്റീസ് ആൻഡ് കാപ്പബിലിറ്റീസ്. അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് ആ ക്വാളിറ്റിയുള്ള ജോബിലേക്ക് അയാൾ എന്ത് ചെയ്യുക, മാറ്റുക. പിന്നെ തേർഡ് പറയുന്നത് എന്താണ്, ഇനി അയാൾക്ക് പ്രൊമോഷണൽ ചാൻസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് എ വേക്കൻസി ഇൻ ഹയർ പോസ്റ്റ് ഹി വിൽ ബി പ്രൊമോട്ടഡ് ടു ദാറ്റ് ഹയർ ജോബ്, ഹയർ പോസ്റ്റ്. അതായത് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ അയാളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളൊരു ഹയർ ജോബ് പോസ്റ്റ് ഒഴിവാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് അയാൾ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. പിന്നെ പറയുന്നത് അസൈൻ അഡീഷണൽ ഡ്യൂട്ടീസ് ടു ഹിം, അല്ലെങ്കിൽ അയാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഷോർട്ട് ടേം പ്ലാനിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഇതിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് മാൻ പവർ പ്ലാനിങ് ആണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം പറഞ്ഞിരുന്നത് 1 to 2 years ആയിരുന്നു. ഇവിടെ ലോങ് ടേം മാൻ പവർ പ്ലാനിങ് പറയുന്നത് ഇറ്റ്സ് എ ലോങ്ങർ പീരിയഡ്സ് 15 years ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം എന്താ പറയുന്നത്, ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കവേഴ്സ് എ ലോങ്ങർ പീരിയഡ്സ് 15 years ഓർ സോ ഫോർ മീറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കൺസേൺ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മാൻ പവർ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 15 വർഷത്തോളമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ മാൻ പവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റ് വിൽ ഗെറ്റ് സഫിഷ്യൻറ്റ് ടൈം ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ അവിടെ നമുക്ക് മാനേജ്മെൻറ്റിന് എന്ത് കിട്ടുന്നുണ്ട്, സഫിഷ്യൻറ്റ് ടൈം കിട്ടുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ലേ നമ്മൾ എംപ്ലോയീസിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യും, സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എംപ്ലോയീസിന്. അപ്പം അവിടെ മാനേജ്മെൻറ്റിന് എന്തുണ്ട്, സഫിഷ്യൻറ്റ് ടൈം ഉണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നമുക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം, ദ ഹാവ് സം എലമെൻറ്റ്സ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം, പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ്, മാൻ പവർ ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇപ്പം റിട്ടയർമെൻറ്റോ ട്രാൻസ്ഫറോ ഡെത്ത് റെസിഗ്നേഷൻ ഡിസ്ചാർജ് അതുപോലെ തന്നെ ലീവുകളൊക്കെ വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു മാൻ പവർ റിക്വയർമെൻറ്റ്സ് പ്രൊജക്ഷൻ അവിടെ നമുക്ക് ഫ്യൂച്ചർ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് നോക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഇൻ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ മാൻ പവർ റിക്വയർമെൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും, വേറെ ആയിരിക്കും. എന്നുവെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഇറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താ ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഹ്യൂമൻ റിക്വയർമെൻറ്റ് ആക്യുറേറ്റ്ലി. So the future human resource requirement may be due to the fast technological development happening at present. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആ ഒരു വയബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക റിക്വയർമെൻറ്റ്സ് അവിടെ മാറും. അപ്പം അങ്ങനെയാകുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ രീതിയിലാണ് ലോങ് ടേം മാൻ പവർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ദ പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ്സിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദ ഓർഗനൈസേഷൻ. That means after assessing the future requirements, next step is to take stock of the existing person available in the enterprise. അതായത് ഇപ്പം
ഈ ഫ്യൂച്ചറിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻസ്, എബിലിറ്റീസ് ഒക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് അവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരിപ്പോൾ ഒരു എത്ര ഇയറിലേക്ക് നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിന് നമുക്കൊരു സ്റ്റോക്കാക്കി മാറ്റാനാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ ഒരു എലമെൻറ്റ് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഒരു എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷൻസൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു എബിലിറ്റി, നമ്മുടെ സ്റ്റോക്ക് നമ്മൾ വെരിഫൈ ചെയ്തു. പിന്നെ വരുന്ന റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആണ്. ആഫ്റ്റർ അസസിങ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ, next step is recruitment and selection. That is, long-term manpower planning establishes the process of recruitment and selection through scientific methods. അപ്പോൾ നമ്മൾ ഇപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു, ഓൾറെഡി ഉള്ള മാൻ പവറിനെ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ആളുകളെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. That means this is the last and important step in the long-term manpower planning. Develop a personal through training should be done to fill up expected vacancies. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാനിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള മാൻ പവറിനെ നമ്മൾ ഓരോ എക്സ്പെക്റ്റഡ് വേക്കൻസിയിലും എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതാണ് മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്ങിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ പറയുന്നത്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രീ റെക്വിസിറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.